വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജോസഫിന്റെ വീട്ടിൽ പോകാൻ അവരൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവൻ ഐഫോൺ മേടിച്ചു. അതിന്റെ ഫുഡ് പാർട്ടിയാണ്. ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ കാറിന് ഇവിടെ വന്നത് നമുക്ക് അമ്മയ്ക്കുള്ള പർച്ചേസ് ഒന്നും നമ്മങ്ങനെ കാണിച്ചില്ല. 11,000 രൂപ, 1,000 രൂപയ്ക്ക് ഒരു വീഡിയോയ്ക്ക് സാധനം മേടിക്കാൻ പോയതാ. 1,000 രൂപയ്ക്ക് ബോട്ടിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതാ അങ്ങോട്ട്. അമ്മ എങ്ങോട്ട് പോകുന്നു? കടയിലോട്ട് പോകണം തോന്നുന്നു. കടയിലോട്ട് പോകണം. ഈ തരാതരത്തിൽ ഇയാൾ ഇന്നലെ ഒരു ചുവപ്പ് ഷർട്ട് എടുത്തല്ല. എന്ത് ഡ്രസ് എടുത്തത് അമ്മയ്ക്ക്? ഡ്രസ് എടുക്കുന്നതിന് കുഴപ്പമില്ല, സ്ഥലമില്ല. ഓ, അമ്മയ്ക്ക് ആ കടയിൽ വെക്കാല 10 ലക്ഷം 15 ലക്ഷം സാധനങ്ങളൊക്കെ. തുണി മാത്രം ചുമ്മാ അടുക്കി അത് നമുക്ക് സുഖമായിട്ട് വെക്കാം. അതുപോലെ അല്ല വീട്ടിൽ, ഇതിനകത്ത് വെക്കാൻ സ്ഥലമില്ല. എന്റെ ഇപ്പൊ ഒരു സൈഡിൽ മൂലക്ക് അടുക്കിക്കൊണ്ടിരിക്കുക. അലമാരിക്കകത്തൊന്നും സ്ഥലമില്ല. പിന്നെ എവിടെ കൊണ്ട് വെക്കാനാ? എനിക്ക് വീഡിയോക്കകത്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ പിന്നെ ആൾക്കാര് അയ്യോ അതെ ഇത് തന്നെയല്ലേ ആ വീഡിയോയിൽ ഇട്ടത് എന്നുള്ള ഡയലോഗ് കേട്ടല്ലോ. ഇയാൾക്ക് സെൻസ് ഇല്ലാഞ്ഞിട്ട്. എന്ത് സെൻസ് ഇല്ലാഞ്ഞിട്ട്? ഇയാള് പുറകെ ഇടത്തില്ല. എനിക്ക് കുറെ ഏറെ വീഡിയോ ഉണ്ട്, തന്നെ എടുത്ത് പിന്നെയും ഇടും. ആണോ? അതുകൊണ്ടല്ലേ നമ്മളിപ്പം വീഡിയോക്ക് പോകുമ്പോ തന്നെ ഡ്രസ്സ് മേടിക്കുന്നത്. ഫുഡ് ബ്ലോഗറായി ഫുഡ് തന്നെ വായിക്കാത്ത വരുന്നത്. ഇപ്പൊ വീഡിയോ പോകുമ്പോഴെല്ലാം ഡ്രസ്സാണ്. അതെ, വെരി ഗുഡ്. അങ്ങനെയല്ലേ വേണ്ടത്. വേണം. കുറച്ച് ദിവസം അമ്മ എന്തോ ചോദിച്ചായിരുന്നല്ലോ എൻ്റെ അടുക്ക്. ഞാനൊരു വർക്കിങ്ങിന്റെ ഇത് ചോദിച്ചായിരുന്നു. പാന്റ് എന്നാ ഡ്രസ്സിന് ഇല്ലെന്ന് പറയരുത്. ബ്ലാക്ക്, ബ്ലൂ ഒക്കെ ഉണ്ട് അതിനകത്ത്. ബ്ലാക്ക് മാറ്റത്തില്ലെങ്കിൽ നോക്ക്. ബ്ലൂ, ബ്ലാക്ക്. എടുക്ക് ഒരെണ്ണം എടുക്ക്. ഇത് എങ്ങനുണ്ട്? ഇതെങ്ങനുണ്ട്? ഇനിയും വേണ്ടായിരുന്നോ? പറയൂ. വേണം. ചായം കാണുവാടാ. ആയം കാണും, ഒന്നുമില്ല. ഇതുള്ള പോലെ ഇല്ലടാ, കുഴപ്പമില്ല. താങ്ക് യു. ഇനി നോക്ക്. ബ്ലാക്ക്, വീണ്ടും ബ്ലാക്ക്. ഇപ്പൊ അതിന്റെ വലുതാണെന്ന് അറിയത്തില്ല. ചെറുതായിട്ട് വലുതാണ് ഞാൻ ഇട്ടോളാം. ഇയാൾക്ക് മേടിച്ചതാണ്. അങ്ങനെയല്ലേ, അതിന് ചെറുതായിട്ടൊരു വലിപ്പം ഉണ്ടായിരിക്കും. അത് വേണമെങ്കിൽ ചെറുതായിട്ട് വലിപ്പം ഉണ്ടെങ്കിൽ അച്ഛൻ ഇട്ടോളും. ഇതെങ്ങനുണ്ട്? അല്ല, അളവിനുണ്ട്, ഉണ്ടെങ്കിൽ ഭാഗ്യം. ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടാ. പക്ഷെ അമ്മ അന്ന് എടുത്തതിന്റെ അത്രയും പോരുത്. അമ്മ അന്ന് എടുത്തില്ലേ, സൂപ്പർ ആയി. ആണോ? തുണി നല്ല, ഇത് നല്ല തുണിയാണ്. അർജുനന്തിക്ക്. ഇതെങ്ങനുണ്ട്? ഇതൊക്കെ ടൈറ്റ് ആയിരിക്കും അവിടെ. ടൈറ്റ് ഒന്നും അല്ലേ. പൊക്കത്തോട്ടെ നോക്കാം നമുക്ക് ലൂസാണോ അല്ലേ. ഇപ്പൊ തന്നെ ഇടങ്ങോട്ട് ഇച്ചിരി ഇത് വരും, കുഴപ്പമില്ല. ഇട്ടെന്ന് വേണ്ട, ഇട്ടതൊന്നും നോക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കടയിൽ പോകേണ്ടതാണ്. എന്താ ഇവര് വേണ്ടിയിട്ടാണെന്ന് അവിടെ എനിക്ക് വെച്ചിരിക്കുന്നത്. അല്ല, അതും എനിക്ക് വേണ്ടിയാ. എടാ മോനെ, അമ്മക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചേടാ. വണ്ടിയെ പോകുമ്പോ കായ് എല്ലാം അത് ഞാൻ ഉപയോഗിച്ചിട്ട് അമ്മ ഉപയോഗിച്ചാ മതി. എനിക്ക് അതിനുവേണ്ടിയാണ് മേടിച്ച. അമ്മ ഇത് പറഞ്ഞു ഓർത്തിരുന്നൊരു സംഭവമായിരുന്നു. വെയിലത്ത് വരുമ്പോ ആ സൈസ് കുറച്ച് ചെറുതാ. അമ്മയ്ക്ക് വലുത് വേറെ എടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിന്റെ പൊക്കത്തിടാൻ പറ്റുന്നു. ഇതും അത് തന്നെയാ, അത് വെയിലത്തിടാൻ വേണ്ടിയുള്ള. ഇത് വേണം ഇട്ടോണ്ട് വെക്കും അമ്മ. ഇതെല്ലാം നല്ല ഇപ്പൊ ഇട്ടോണ്ട് വെക്കും. അത് ഇതിട്ടുണ്ട് പോവാ. ഞാനിപ്പോ ഇതിട്ടുണ്ട് പോവാ. എന്നാ അതിട്ടോണ്ട് പോകും. ഇതാണ് കുഴപ്പമില്ല. കൂടിയത് തന്നെ വേണം എപ്പോഴും. ടാഗ് കളയാതെ കൊണ്ടുപോകണം. ഇത് പൊട്ടിച്ചേടാ. ഈ ബ്ലാക്ക് എടുക്കരുത് കൂടെ ചൂടിന്. ഇത് UV പ്രൊട്ടക്ഷൻ ഉള്ളതാ. വണ്ടിയിൽ നമുക്ക് ചൂടിന് പോകുന്ന വഴിയിൽ ബ്ലാക്ക് ഉപയോഗിക്കരുത്. ഇതൊന്നും അഴിച്ചു വിട്ടടാ. ഇപ്പം തന്നെ ഇത് ചൂടടിക്കുന്നത്. ചൂടത്ത് ഇടാനുള്ളതാ അമ്മേ. ഇതമ്മ മേടിക്കായിരിക്കും. ഇതും അമ്മയ്ക്ക്. ഈ പാൻ അമ്മയ്ക്കുള്ളതാ. ഇത് എനിക്കുള്ളതാണ്. എന്താ? ബാക്കി പൂരാ ഫോറം മാള് ഫോറം മാളല്ല, ഇത് ഡെക്കത്ലോണിന്നാ. ഫോറം മാള് അഭിനന്ദിക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. തീർന്നില്ലേ? അതെന്തുവാടാ, അരഡസനാണോ? അരച്ചാന്റെ സോക്സ് ആണോ? സോക്സ് കുറച്ചുകൂടി വേണ്ടേ? ഇച്ചിരി പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടാ. എല്ലാം പൈസ മൊത്തം നീ തുണിയോട് തീർക്കുക. എത്ര സോക്സ്? 2 സോക്സ് ഉള്ളല്ലോ. ഇനി സോക്സ് എന്താ? ഒരു ഡസൻ ഇരിക്കുന്നു. സോക്സ് ഇവിടെ കഴുകും തോറും അമ്മ കാണാറില്ല. എങ്ങോട്ട് പോകുന്നു? കഴുകും തോറും അത് കാണാനും മാത്രം ഇല്ലത് ഇത്ര ഉള്ളൊരു സോക്സ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി 2 പാന്റ് 2 ഷർട്ട്, പിന്നെ അത് ഈ സാധനവും പിന്നെ കൂട്ടിക്കുക. അപ്പൊ അതും കൂടി കണക്കിലെടുക്കണം. സാധനം കൂട്ടാൻ ഇയാള് വെള്ളം ഇയാളുടെ വീഡിയോയുടെ പ്രോഗ്രാമിന് വേറെ ആവല്ലേ. ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. വീഡിയോക്ക് വേറെ ഇയാൾക്ക് വെയിലത്തുള്ള വീഡിയോ ഉണ്ട്. അമ്മയ്ക്ക് ഉപയോഗിക്കല്ലേ, അതിന് മേടിച്ചു. ഇപ്പൊ തന്നെ ചൂടടിക്കുന്നത്. ബോയ്സ്, ജോസഫിന്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ജോസഫിന്റെ വഴി കണ്ടോ? സാറിനെ കാണാൻ പറ്റാറില്ല, ഫുൾ വെള്ളമായിരിക്കും.
ഇവിടെ കൂടി നീന്തി പോവുകയായിരുന്നു. കണ്ട അവിടെ ഇവിടെയൊക്കെ പാടമൊക്കെ അവന്റെ വീട്ടിലോട്ടുള്ള വഴി കണ്ട ഈ ബ്രിഡ്ജ്. ബോയ്സ് നമ്മൾ എവിടെ തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ജോസഫിന്റെ വീടിന്റെ അടുത്ത് എത്തി. ഇപ്പൊ വെള്ളത്തിൽ നിന്ന് മാറിയിരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലാണ്. എന്ത് ചെയ്യാനാ, അവൻ്റെ ഇങ്ങനെ വർഷം വെള്ളത്തിലല്ലാതെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ജോസഫ് പുതിയ ഫോണൊക്കെ ആയിട്ട്. ഇപ്പൊ ഐഫോണാണ്. എനിക്ക് 17 ഡയറക്റ്റ്. ഒരു ക്യാമറയും കൂടി എടുത്തിരുന്നെങ്കിൽ ഫുൾ സെറ്റ് ആയാനെ. പ്രോ എടുക്കണമെന്ന് വിചാരിച്ചാ പിന്നെ വേണ്ട. സാറിന് ഇവന് ഇവിടെ നിന്ന് റേഞ്ച് കിട്ടാറില്ല, അതാണ് അവന് പുതിയ ഫോൺ വാങ്ങിയത്. ഐഫോൺ ഇത് 83 അല്ലേ? 83,900 ചാർജറും കൂടെ കൂട്ടി. നമ്മുടെ വീഡിയോക്കകത്ത് വേണ്ട വള്ളം എന്ന് പറയുന്നത് ഇതാണല്ലേ, ഈ ട്രെയിനിടന്ന് കുലുങ്ങുന്ന. ഇതെടുക്കാൻ വേണമെങ്കിൽ ഇതിന്റെ വലുതുണ്ട്, അത് വേണമെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. അവിടം വരെ തൊഴയണ്ടേ? അത് പറഞ്ഞിട്ടില്ലല്ലേ. ഇത് നിങ്ങൾ എന്തുദ്ദേശിക്കുന്ന ഈ വള്ളമായിട്ട് നമുക്ക് എന്ത് പറ്റും, അതിൽ നിന്ന് കുറച്ച് ഏറെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഇപ്രാവശ്യം കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് ഏറെ ഞാൻ ടാസ്ക് കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ വരുമ്പം പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ച് മനസ്സിലാക്കി തരാം. ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ നേരത്തെ കാണിച്ച അബാൻഡൻ ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ ഓണറിന് നമ്പർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഒപ്പിച്ച് തരാമോ? പ്ലീസ് DM ഉണ്ടെങ്കിൽ കമൻസിൽ പറയൂ. അവർക്ക് ഏതാണെന്ന് പോലും സ്ഥലം അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച്, ഞാൻ പോയ സ്ഥലത്തിനെ കുറിച്ച് അവരുടെ ഓണറിന് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തപ്പിത്തരാവോ? നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യും. ഇത് അവിടെ ഒരു അമ്പലമാണ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാറില്ല. അപ്പോൾ ഞാനിവിടെ വഴി കാണുന്നില്ല, ലൈറ്റ് വേണമല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ ജോസഫിനെ തപ്പുമായിരുന്നു. ഒരു കോള് വന്നു കഴിഞ്ഞപ്പോൾ അമ്മമാരെ തപ്പിയിട്ട് അവന്മാരെ കാണുന്നില്ല. പിന്നെ ഞാൻ ജോസഫിൻ്റെ വീട്ടിലോട്ട് പോയപ്പം അവിടെ ഇല്ല. പിന്നെ അവന്മാരെ വിളിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു അവന്മാർ വള്ളത്തിൽ കിടന്ന് ഇരുട്ടത്ത് തുഴഞ്ഞ് കളിക്കുവാണ്. അപ്പോൾ എന്നാലും അങ്ങോട്ട് പോകാം. അതെ, സുമതിയുടെ വണ്ടി. ഇവന്മാരെ ഇവിടെ തന്നെ ഇരിപ്പുണ്ടത്. എന്താ അവന്മാര് വള്ളം രാത്രി ഇറക്കാൻ നോക്കുക. ഇതുവഴി എവിടെയെങ്കിലും കൊണ്ട് അടുപ്പിക്ക്. ഇങ്ങോട്ട് വന്നു വെള്ളത്തിൽ കാലിറക്കണം. വരാൻ പറഞ്ഞല്ലായിരുന്നു. നേരെ അങ്ങോട്ട് വന്നോ, കേറ് പോട്ടോ. ഞാൻ കേറട്ടെ. ഒരു കാര്യം പറയട്ടെ, മോട്ടർ ഫിറ്റ് ചെയ്യണം കേട്ടോ. മോട്ടർ ഫിറ്റ് ചെയ്യണേ. എന്തിന്? പോട്ടെ. ഒന്നും കാണുന്നില്ലല്ലേ, ട്രെയിനർ അവിടെ ഒന്നും ഇല്ല ഭാഗത്ത്. എന്റെ കണ്ണു വെച്ച് നോക്കുമ്പോ വള്ളത്തിന് സ്പീഡില്ലടാ, ഒന്ന് ആഞ്ഞു വഴ. ഇതല്ല വള്ളമായിട്ട് ഇടിപ്പിക്കാൻ നോക്കുവാളാ. ഇവല്ലാതെ ഇങ്ങോട്ട് വളക്കില്ല, അങ്ങോട്ട് വള. അല്ലല്ല, ഇങ്ങനെ വേണം തോഴേ, എന്നാലേ അങ്ങോട്ട് വളയട്ടാ. ചേട്ടനെ തള്ളി വേറെ സ്ഥലത്ത് വിട്ട് നിന്നെ കൊണ്ട് വരുന്നില്ലെങ്കിൽ ഞാൻ ഓടിക്കാം. കേട്ടതാ, എടാ നീ അവിടെ തൊഴയടാ. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാരിടം തുഴയില്ല പൊട്ടന്മാര്. ഈ വെള്ളം താഴും ഒരു സൈഡിലോട്ട്. ഞാൻ തിരിഞ്ഞ് നോക്കട്ടെ. അലമ്പ് കാണിക്കാതെ താഴും. നമ്മള് കുനിയാറില്ലെന്ന് പറഞ്ഞ് ഇവന്റെ ഇവിടം വരെ എത്തി. വെള്ളമൊക്കെ കുലുക്കുന്നു, കടയൊക്കെ ഐഫോൺ വെസ്റ്റ് ഇപ്പൊ എല്ലാം താഴെ കിടക്കും. ഞാൻ നിന്നോഴയാലോ അമരക്കാരണ്ടാ എന്റെ 2 ഫോണുണ്ട് കയ്യില്. ചൊറിച്ചിൽ കാണിച്ച് വെള്ളത്തിൽ കിടക്കും. ജോസഫേ പുതിയ ഫോൺ തേഞ്ഞടാ, നിന്റെ അടുത്ത് പറഞ്ഞല്ലായിരുന്നാ. MP അങ്ങോട്ട് അവൻ വരും. ഞാൻ അടുപ്പിക്കാം. പങ്കായത്തിന് തലക്കടിക്കും, മിണ്ടാതിരുന്നു കോടാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ജീവമ്മ പറഞ്ഞ പോരാട്ടത്തിലാണ്. നിന്റെ കുലുക്കത്തിൽ എനിക്ക് തോന്നുന്നു നീ താഴെ കിടക്കുന്നു. എടാ ഇവൻ എങ്ങോട്ടാടാ പോണ? അങ്ങോട്ട് അടുപ്പിക്കാനുള്ള ഇങ്ങോട്ട് വന്ന് ഇവനെ കൊണ്ടാണ് പോണെന്നുണ്ടെങ്കിൽ തേഞ്ഞ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു പോണ. വല്ല എഞ്ചിനും പിടിപ്പിച്ചോണ്ട് പോണേന്നല്ല, അല്ലെ അടുത്ത മാസം ചെല്ലും. മഴ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എവിടെ ഇത് ചെറുതാ യഥാർത്ഥത്തിന് വേണ്ടി. മെയിൻ പിടിക്കകത്ത് ഈ വള്ളം 20 കിലോമീറ്റർ തുഴയാനുള്ളതാ. ഇപ്പോഴേ തീരുമാനമാക്കണം കേട്ടാ. നിങ്ങളെന്ത് ഈ സൈഡ് ചെരിഞ്ഞ് ഓടിക്കുന്ന? ഇങ്ങനൊന്നും അല്ല വെള്ളം ഓടിക്കും. ഞാൻ ആ മൂലക്ക് ഉണ്ടാ നല്ലതായിട്ട് ഓടിച്ചേനെ. ഇല്ലായിരുന്ന കാണിച്ചേനെ. ഒരേ പിടി. അങ്ങോട്ട് പോണ അമ്പി എനിക്ക് കാണാൻ മേല അവൻ എന്ത് ഉണ്ടാക്കുന്നെന്ന് പറയുന്നിട്ട് നടുക്കിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതെ ഫോൺ വരെ വരുന്ന എനിക്ക്. ഫോണൊന്നും എടുക്കണ്ട, താക്കോലുണ്ട് കേട്ടാ. ജോസഫെ ഒന്ന് കരയിൽ അടുപ്പിച്ചേടാ. ഗൈസ് നമ്മൾ കരയിലോട്ട് എടുക്കുന്ന ഇങ്ങനൊന്നും പേടിക്കല്ലടാ കുട്ടാ. കാട്ടിക്കൂടെ കയറ്റാൻ പറ്റിയുള്ളടാ നിനക്ക്. ഇത് എവിടെ കൂടി കയറ്റുന്ന സ്പീഡിൽ തുഴയടാ. വേണ്ട ഞാൻ തമാശ പറഞ്ഞത്. ഇവന് ആവേശം കാണിച്ച് ചിലപ്പോൾ വെള്ളത്തിൽ ഇടും നമ്മളെ. പക്ഷെ ഇപ്പോഴെങ്കിലും ഫോൺ അവിടെ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു കാറിൽ. എൻ്റെ ഫോണേ ഈ പന്തായം ചെറുതാ. ഇല്ലായിരുന്നു ഇപ്പൊ കുറെ മലത്തിയേനെ. ഇതിനെക്കാട്ടും ബെറ്റർ ഞാനായിരുന്നടാ. വണ്ടി മുമ്പിലോട്ട് പോകുന്നുണ്ട് എന്റെ കാര്യത്തിൽ. അയ്യോ ഞങ്ങളുടെ ഒന്നും പോയില്ല. ഈ മുമ്പിൽ നിൽക്കുന്ന അവനാണ് ഈ ഡയറക്ഷൻ കുളവാക്കുന്നത്. ഇപ്പൊ മനസ്സിലായ
അർജുനബിക്ക് ഈ പണി അറിയത്തില്ല. ഇത് തന്നെ ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞോണ്ടിരുന്നത്. ഇവൻ നമ്മൾ ഈ കായലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാതെ വട്ടം കറക്കി കളിക്കുവാണ് ഇവൻ. എടാ ഞാൻ ദേ ഈ തുഴക്കടിക്കും ഞാൻ നിന്നെ. ഈ പൊട്ടന്മാരോടാണ് ഞാൻ ഈ വള്ളത്തിൽ വന്നിരിക്കുന്നത്, അറിയാവാ? എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണ് ഇവന്മാര്. ചത്ത് ദേ ഈ മണ്ടന്മാര് ഈ പൊട്ടനും കൂടി ഇരുന്ന് അറിയാന്ന് പറഞ്ഞ എൻ്റെ തുഴ വാങ്ങിയതാണ്. കണ്ടാ, എന്നിട്ട് ഇതേ ഈ കാണുന്ന പള്ളിക്ക് ചുറ്റും 3ാമത്തെ പ്രാവശ്യമാണ് ഈ കറങ്ങണത്. ഈ എന്നെ അറിയാന്ന് പറഞ്ഞ് മേടിച്ച ആളാ. എന്താ അർജുനമ്പി? എനിക്ക് വള്ളം തഴയാനൊക്കെ അറിയാം. എനിക്ക് വള്ളം തഴയാനൊക്കെ അറിയാം. ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ 100 കിലോ കുറയ്ക്കണം ഈ വള്ളത്തിൽ നിന്ന്. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. 100 കിലോ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന 100 കിലോ ഉണ്ടല്ലോ, അത് നടുക്കായിട്ട് ക്യാമറ പിടിച്ചോണ്ട് ഒന്നേക്ക് കാണാൻ ഇപ്പൊ വെള്ളത്തിൽ കിടക്കണത്. അർജുനമ്പി ഇതാ വെള്ളത്തിൽ പോകുന്നു ഗൈസ്. ഇതാ അയ്യോ. ഈ കൂട്ടത്തിൽ എനിക്കും എംപിക്കും മാത്രം നീന്താൻ അറിയാം. ആ പുറകിരിക്കുന്ന പൊട്ടന് നീന്താൻ അറിയത്തില്ല. ഈ പുറകിരിക്കുന്ന പൊട്ടന് എല്ലാം അറിയാമെന്ന് പറഞ്ഞാണ് വള്ളത്തെ കയറ്റിയ. ഒന്നും അറിയത്തില്ല. വള്ളം തെക്കും പടക്കുവാ പോണം. നീ ലെഫ്റ്റ് ജോസഫ് മേ. ഇത് തഴമ്പ് പിടിക്കും. എന്ത് കിണ്ടിയടാ കാണിക്കുന്ന? നീ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ വള്ളം വേറെ കൊണ്ടൊക്കെ വളയുന്നത് കണ്ടാടാ. അത് ഇങ്ങനെയാണ് തെളി. അങ്ങോട്ട് പോകണ്ട പ്രഭു, തിരിഞ്ഞിരി ഇങ്ങോട്ട്. ഈ എംപിക്ക് ഞാൻ തിരിക്കുക. ഫുള്ളായിട്ട് തിരി. ഇവിടുന്ന് 20 കിലോമീറ്റർ തുഴഞ്ഞ് വേമ്പനാട് കായൽ വരെ എത്തിച്ചിട്ട് പിന്നെ ഇടക്ക് വേറെ കുറെ ടാസ്ക് ഒക്കെ ഉണ്ട്. അത് ചെയ്യണം. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും 10 കിലോമീറ്റർ ദൂരത്ത് നിന്ന് തുടങ്ങാനാ. 20 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം ഇവിടുന്ന് ഇതുവരെ 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല. അതാണ് 10 കിലോമീറ്റർ അത് മതി. ഇത് കട്ട് പൊട്ടും. ഈ 100 കിലോ നടുക്കിരിക്കുന്നോണ്ടാണെന്നേ. അതാ ഇങ്ങനെ പിടിച്ച് വെള്ളത്തിൽ ഇട്ടല്ല. ശരി, ഇറങ്ങിന്നടാ. കാലിലെടുക്കുന്ന വട്ടം കിട്ടിയിരിക്കുന്ന പൊട്ടന്മാരെ. ഷോ, ഞാൻ സായിപ്പ് നോക്കി ചിരിക്കണ് പൊട്ടന്മാരെന്ന്. ആ ചേട്ടൻ്റെ എഞ്ചിൻ മേടിക്കായിരുന്നു, നമ്മുടെ വണ്ടിയിൽ പിടിപ്പിക്കായിരുന്നു. ഈ പൊട്ടൻ എന്തുവാണ് കാണിക്കുന്ന? ആര് പേടിക്കണ്ടെന്ന്? നിങ്ങൾ പേടിക്കേണ്ടെന്നേ ഉള്ളു. ഞാൻ ആ വള്ളത്തെ ചെന്ന് ഇരിക്കാൻ നോക്കുക. നീങ്ങാത്തൊരു വള്ളം കൊണ്ട് നടക്കുക. അവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നാണം കേട്ടിട്ട് മതിയായെങ്കിൽ മുമ്പിലോട്ട് തൊഴ. പിന്നെ കൊച്ചിന് എന്ത് മൈൻഡ് ചെയ്യാനുള്ള പ്രായം ഇരിക്കണ്? അല്ലെങ്കിൽ പിന്നെ അല്ലേ വലിയ മൂത്തവരാണ് ഇപ്പൊ മൈൻഡ് ചെയ്തേന്. അതും തേഞ്ഞ് എംപി തൊഴേണ്ടത്. എംപി തൊഴഞ്ഞാലേ പോകത്തുള്ളൂ. എന്റെ കൈ തിരിച്ചു തന്നു. ഇവന്മാർക്ക് അറിയത്തില്ല. കണ്ട അവൻ എന്നെ കളിയാക്കിട്ട് പോകും. അർജുനമ്പി അവൻ പറഞ്ഞു കേട്ടോ. അർജുനമ്പി എനിക്ക് അറിയത്തില്ലെന്ന്. അർജുനമ്പി പറയാൻ എനിക്ക് അറിയത്തില്ലേ? നിനക്ക് വളരെ നല്ലതായിട്ട് അറിയാം. നിനക്ക് അറിയുന്നതാണ് അറിയല്. എന്തോ കാണിക്കുന്നു. കണ്ട വള്ളം അലക്കുന്ന പോലെയല്ലോ. കണ്ട വള്ളം അനങ്ങണില്ല. ഇപ്പൊ പിന്നെ ബാക്കിലോട്ടാണല്ലോ വള്ളം പോണം. ഇപ്പൊ ഫ്രണ്ടിലോട്ടാ പോണം. ഞാൻ നേരത്തെ തൊട്ട് പറയണ ഈ പൊട്ടന്മാർക്ക് വള്ളം തൊഴയാൻ അറിയത്തില്ല. ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞില്ല ഇവന്മാർക്ക് വള്ളം തൊഴയരുത്. ഈ 2 മണ്ടന്മാരും കൂടെ കാണിക്കണോ? ഞാൻ കറക്റ്റ് ചെയ്യുവാണ് ഡയറക്ഷൻ. അർജുനമ്പി ആർപ്പോയ് ഇറോ 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 ആർപ്പോയ്. അയ്യോ ആർപ്പോ ഇല്ല. ഈ വള്ളത്തിനെ തിരിച്ചും തുഴഞ്ഞു കൊണ്ടുവരണം 20 കിലോമീറ്റർ. ഞാൻ ഉദ്ദേശിച്ചത് 20 ജാസ്തി ആയിരിക്കും. ഒരു കാര്യം പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ. 20 കിലോമീറ്റർ പോയിട്ട് 1 കിലോമീറ്റർ നിങ്ങൾ തുഴയത്തില്ല. അതൊക്കെ തുഴയാന്ന് വലിയ കാര്യം. ഇപ്പൊ എന്താ തുഴയാത്ത? ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു പറ. അതെ, 100 കിലോ മാറി എത്ര സ്പീഡ് അറിയാം വണ്ടിക്ക്. ഈ അപ്പൂപ്പന്മാരൊക്കെ ഇവിടുന്ന് 5-10 പേരെയും വെച്ചോണ്ടാ തുഴഞ്ഞു പോണ ഒരേ പോലെ. അപ്പൂപ്പന്മാരെ ഇവിടുന്ന് കടത്തുക. ഓ തേങ്ങ. അവരാ കടത്തെടുത്ത് തന്നെ നേരെയാണ്. അവര് 20 വർഷമായിട്ട് ചെയ്യുവാണ്. നമ്മൾ 20 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്തു എംപി കാണിക്കുന്ന ഈ കാട്ടിലും മേട്ടില്? ഈ കാട്ടിലും മേട്ടില് മനുഷ്യനെ കൊണ്ട് നടക്കുന്നു. ഇതിനെക്കാട്ട് നല്ല നടന്നു പോണല്ല. മെയിൻ ടാസ്ക് നമ്മുടെ 20 കിലോമീറ്റർ തുഴയുകയും ചെയ്യണം. പിന്നെ ഒരു ദിവസം ഫുള്ളും വള്ളത്തിൽ കാണുകയും വേണം. ഫുഡും എല്ലാം നമ്മൾ വള്ളത്തിൽ നിന്ന് വേണം സെറ്റ് ആക്കണം. അപ്പോൾ അത് നിങ്ങൾ പറയുക. ഈ എടുക്കുന്ന ചാലഞ്ചസ് ഒക്കെ വന്നൊന്നും എടുക്കുന്ന ഹാർഡാണെന്ന് എനിക്ക് ഫീലായി തുടങ്ങുന്നത്. അർജുനമ്പിക്ക് തുഴയാക്കാൻ അറിയല്ലേ? അപ്പൊ ഇവിടെ പിടിക്കാനൊന്നും ഇല്ലല്ലേ? നീ എന്നെ പിടിച്ചേ. അതെ, അവനെ പിടിക്കുന്ന ഒറ്റയ്ക്ക് നോക്കട്ടെ.
നീ എന്നെ പിടിച്ച് നീ എടാ ജോസഫ്, നീ എല്ലാവരോടും വീഴും. നീ അടുത്ത് വരുന്നേ, അവനൊറ്റയ്ക്ക് പോകട്ടെ, അവനൊറ്റയ്ക്ക് പോട്ടാ നല്ലത്. ഇങ്ങോട്ട് കയറിയപ്പോ ഇതിനെക്കാട്ടും നല്ല ആവേശമായിരുന്നു. ഫോണെടുത്ത് കരയിലിട്ടിട്ട് ഓടാൻ പറ്റി ചെറുക്ക, ആ പട്ടിയെ കര കടിച്ചിട്ട് മുമ്പി. നീ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വേറെ മുമ്പല്ല. വിട് വിട്, എന്നെ വിട്. ആ ഗ്യാപ്പിലൂടെ കരയും കൊണ്ട് പോകുന്നു. നീ വരുവാണോടാ ജോസഫേ? പങ്കായത്തിനാണ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇന്ന് കൊള്ളു നീ അല്ലേ? ഇത് കണ്ട ഈ പട്ടി വൃത്തിയായിട്ട് പട്ടി. പട്ടിയത്തോടെ ഞാൻ ചുണ്ണാണി വിട്ടു. നിന്റെ ചുണ്ണാണി ആദ്യം വെട്ടി ഞാൻ കളഞ്ഞ. പട്ടീനെ കൊണ്ട് കൂട്ടിയിടാ. എന്നാ ഇന്ന പങ്കായം കൊണ്ടു. ഇന്ന് ഞാൻ അതായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. കാറിന് കയറി ഫുഡ് കുറവായി കഴിഞ്ഞാൽ എനിക്ക് തിരക്ക്, അതാണ് കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ മീൻ കഴിക്കാൻ വന്നായിരുന്നു നമ്മൾ, പക്ഷേ ഇത്ര ചെറിയ മീൻ എനിക്ക് വേണ്ട. എനിക്ക് ഫുൾ വലിയൊരു മീൻ വേണം. എൻ്റെ ഞാൻ പറഞ്ഞില്ല, കാർണിയർ ആയതുകൊണ്ട് ഒട്ടും ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചത്തിരിക്കുക 2 ദിവസമായിട്ട്. ഫാറ്റേ ഇല്ല കഴിച്ചിട്ട്. എത്ര വേണം? 2 വേണം. ശരി, അണ്ണനാട്. ഇന്ന് മീൻ കഴിക്കാനുള്ളൊരു മൂടാ. മീൻ വന്നിരിക്കുന്നു ഫൈനലി. ഞാൻ എന്തെങ്കിലും കഴിക്കാം. നല്ല മീൻ നല്ലയാ, ഗ്രേവി ഓക്കെ ഓക്കെ. ഞാൻ 2 പ്ലേറ്റ് ഓർഡർ ചെയ്ത്, എനിക്ക് 3ാമത്തെ വേണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ മറ്റേ സോൾട്ട് ബേ. ജോസഫും ട്രെയിനറും വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രെയിനർ മാത്രം ഒരു വിമിഷ്ടം, ജോസഫ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്. എന്ത് പറയുന്നു? കമൻറ്റിൽ പറയൂ. 2 പേരും വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ ഇല്ലയോ? ട്രെയിനർ ഡെയിലി ജോലിക്ക് പോകുന്നത് കാണാൻ പറ്റും. ജോസഫാണ് ഒരു പണിയില്ല, വീട്ടിലിരിക്കുന്നത് കാണാൻ പറ്റും. കോളേജിലൊക്കെ പോകുന്ന കാണാം. 17 പ്രോ അല്ല 17, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ക്യാമറയ്ക്ക് അകത്ത് കാണാൻ എൻ്റെ ക്വാളിറ്റി കുറഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് ഇത് വെളുത്തൊക്കെയാണ് ഇരിക്കുന്നത്. എൻ്റെ ഇത്ര ഡാർക്ക് എന്താണ്? സോ ദർ ഇസ് ആൻ ആക്ച്വൽ ഡിഫറൻസ്. യു വാണ്ട് ടു സേ ഒരു ആക്ച്വൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ ഈ ക്യാമറയോടെ നോക്കണോ? ജോസഫിൻ്റെ ട്രീറ്റാണ്. അവൻ്റെ വാളറ്റിൽ പൈസ ഉണ്ടോ? അവൻ തപ്പുവാണോ? എന്തുവാണ്? ക്യാഷൊക്കെ കൊടുക്കുന്നു. ഉള്ളത് ഫുള്ള് എടുത്ത് കൊടുത്തു. അത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കൊടുക്കാമെന്ന്, പക്ഷേ അവന് പറയുന്ന അവൻ തന്നെ കൊടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും ട്രെയിനർ അവിടെ ബിസി. ഈ വീഡിയോ വെച്ച് നമുക്ക് നിർത്താം. നമുക്ക് നാളെ കാണാം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പീസ്. ആർക്കെങ്കിലും ആ വസ്തുവിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം എനിക്ക് എവിടെയെങ്കിലും, എന്നാലും നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന്.